ഒറ്റയ്ക്ക് ചാടണ്ട, ഞാനും കൂടി ചാടാം. എന്നെ ഒറ്റയ്ക്കാക്കി ദൈവം പോകണ്ട. അച്ഛനും അമ്മയ്ക്കും സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് ഇപ്പം ദൈവമ്മയുടെ വയറ്റി വളരുന്ന ഈ കുഞ്ഞു മാത്രം. അതിനെയാ ഇല്ലാതാക്കാൻ നോക്കുന്ന. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഇവിടെ എല്ലാവരും അംഗീകരിച്ച അമ്മ ഈ ചെയ്തതൊക്കെ മണ്ടത്തരാവില്ലേ? ആദ്യം ഇതിനൊരു തീരുമാനമാവട്ടെ, എന്നിട്ടല്ലേ ബാക്കി. നീ ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ചാവ്. അതിന് തയ്യാറായിട്ട് വന്നല്ലേ? ദൈവമ്മയുടെ മനസ്സിലെന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനാ പറയുന്നേ. ഇനിയെങ്കിലും ഞാൻ എന്താ പറയുന്നത് നമ്മ മനസ്സിലാക്കണം. തീരെ ചിന്തിക്കാത്ത, എല്ലാത്തിനും പരിഹാരം ആത്മഹത്യയാണെന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ ലെവലിലേക്ക് എന്റെ ദൈവമ താഴരുത്. അത് എന്നെ കൂടി വിഷമിപ്പിക്കുന്ന കാര്യം. ദൈവമവാ, ഇനി ഇവിടെ നിന്ന് കരയണ്ട. ആരെങ്കിലും നമ്മളെ കണ്ട പിന്നെയും പല ചോദ്യങ്ങളും തർക്കങ്ങളും ആവും. അതിന് നമ്മളായിട്ട് ഇടയുണ്ടാക്കണ്ട. അതുകൊണ്ട് വാ ദൈവമേ, വാ. ഇനി എന്താ എടുത്തിട്ട് തീരുമാനം? അതോ ഞാനും അമ്മയും ചേർന്നൊരു തീരുമാനം എടുക്കണോ? എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ജഗദീഷ്. എന്റെ നിസ്സഹായ അവസ്ഥ ഉണ്ട്. ഞാൻ എന്നെ തന്നെ നശിപ്പിക്കാൻ നോക്കിയത്, അതാണെങ്കിൽ നടന്നതുമില്ല. എനിക്കറിയാം എന്റെ അവസ്ഥ ജഗദീഷിന് മനസ്സിലാവുന്നു. ഇതെങ്ങനെയാ ഞാൻ ഇവിടെ ഉള്ളവരോട് പറയുക? അഥവാ പറഞ്ഞാൽ തന്നെ പരിഹാസമായിരിക്കില്ല ഇവിടെ ഉള്ളവരുടെ മറുപടി. എനിക്കും ജരാമേട്ടനും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എങ്ങനെയാ അമ്മയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഞാൻ എന്ത് വേണമെന്ന് ജഗദീഷ് തന്നെ പറയും, ഞാൻ അനുസരിക്കാം. ഞാനെന്തിനാ എങ്ങനെ ചിരിച്ചെന്നറിയോ? ഏട്ടത്തി പറയുന്ന ഈ മണ്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട്. ഏട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞു വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ ആഗ്രഹം ഏട്ടൻ ജീവിച്ചിരുന്നപ്പോ നടത്തി കൊടുക്കാൻ ഏട്ടത്തിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോ നടന്നു. എന്റെ ഏട്ടന്റെ ആത്മാവ് അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഈ സമയത്ത് ഏട്ടത്തി ഇങ്ങനെ നിന്ന് കരയുന്നു. പറ, എന്താ ഏട്ടത്തിന്റെ വേവലാതി? ഇവിടെ ഉള്ളവര് ഇതറിയുമ്പോ കുറ്റപ്പെടുത്തുമെന്നാണോ? ഇനി ആ സംശയം ഏട്ടത്തിക്കുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ഞാൻ തന്നെ കാര്യം പറയാം. അയ്യോ, ഞാൻ അമ്മയെ വിളിക്കട്ടെ? ജഗദീഷ്, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. അമ്മ ഇത് അംഗീകരിക്കില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ്
ജഗദീഷ് ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. ഒന്നും അറിയാതെ തന്നെ അങ്ങനെ പറയുന്നവര് എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ഏത് രീതിയിലാ പെരുമാറാന്ന്. അത് ശരിയാ ചെറിയച്ച. തൽക്കാലത്തേക്കെങ്കിലും ആരും അറിയണ്ട ഈ കാര്യം. പിന്നെ ദൈവമേ ആയതുകൊണ്ടല്ലേ ചെറിയച്ചൻ ഈ കാര്യം മനസ്സിലായതും ക്ഷമിച്ചതും. ഇന്ന് മാലതി ചെറിയമ്മയായിട്ട് വഴക്കുണ്ടാക്കിയത് ഞാൻ കേട്ടിരുന്നു. സാവിത്രി അമ്മയുടെ കാര്യം പറഞ്ഞാണെന്നും എനിക്കറിയാം. അത് മാലതിയുടെ സംസാരത്തിന് ഞാൻ കൊടുത്തൊരു അടിയ. അവളൊന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സാവിത്രിയുടെ ഗർഭിണിയാണെന്ന്. അതിനാ ഞാൻ ഒന്നും പൊട്ടിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞ അതുപോലെ തന്നെയല്ല ഞാനും. അല്ല, ഒരു തരത്തിലും നന്ദിനി എടുത്തി അങ്ങനെ അല്ല. രാമേട്ടൻ വർഷങ്ങളായിട്ട് ഗൾഫില. അവിടെ വെച്ച് എന്നെ മരണപ്പെടുകയും ചെയ്ത്. പിന്നെങ്ങനെയാ സാവിത്രി എടുത്തി ഗർഭിണിയാവുന്നത്? അല്ല, അതുപോലാണോ ഇത്? ഏട്ടൻ മരിച്ചിട്ട് 41 ദിവസം പോലും ആയിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ നിങ്ങൾ ഒരേപോലെ ആവുന്നത്?